Hi everyone, welcome to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. കാബേജ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അതെ, കാബേജ് തോരൻ തന്നെയാ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കാബേജ് തോരൻ്റെ വില നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാബേജ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും ഇത് സ്റ്റോക്ക് കാണാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നും എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ഇത്ര കാലമായിട്ടും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതെ, ക്യാബേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വിറ്റമിൻ സി തന്നെയാണ്. വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. വൈറസുകളോട് നമ്മളുടെ ശരീരത്തിന് പൊരുതാൻ നമുക്ക് എന്ത് വേണം? ഇമ്മ്യൂണിറ്റി വേണം. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആളുകളും വിറ്റമിൻ സി ടാബ്ലറ്റ്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൽ എന്തിനൊക്കെയാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ ദാണ്ടേ കിടക്കുന്നു നമ്മളുടെ ക്യാബേജിൽ വിറ്റമിൻ സി. അതും 62% വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാബേജ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ടൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അല്പം വളരെ കുറച്ച് നമ്മൾ ഉലുവ എടുക്കണം, അതിനുശേഷം കടുക്, പിന്നെ വലിയ ജീരകം, അല്പം മഞ്ഞൾ, കുറച്ചുപ്പ്, ഇത്ര മതി. ഇനി നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ അല്പം കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ വലിയ ജീരകം അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും സംശയം തോന്നിയിട്ടുണ്ടാകും, എന്തിനാണ് ഈ ജീരകം അല്ലെങ്കിൽ എന്തിനാണ് ഈ ഉലുവ ക്യാബേജ് ഫ്രൈൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നതെന്ന്. ഇതിലും കാര്യമുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങളാണ് ഈ രണ്ട് ചേരുവകളിലും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ക്യാബേജ് ഫ്രൈയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് സ്റ്റൗ അല്പം ചെറിയ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ വെളുത്തുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെളുത്തുള്ളി വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ. കാരണം ഈ ഉലുവയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും കൂടെ മാച്ചായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് നമ്മളുടെ വെളുത്തുള്ളി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ വെളുത്തുള്ളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പാകത്തിന്, നമ്മൾക്ക് ആവശ്യമുള്ള പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയും നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ മഞ്ഞപ്പൊടി എന്തായാലും ഇതിലേക്ക് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഇനി എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അല്പനേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ നേരം വെക്കേണ്ടതില്ല, ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു അല്പം നേരം നമുക്കൊന്ന് വെക്കാം. അപ്പോൾ നമ്മളുടെ ക്യാബേജ് ഇപ്പോൾ നല്ല പാകം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഓവർ കുക്ക് ചെയ്യൊന്നും വേണ്ട. ക്യാബേജ് എപ്പോഴും ഒരു പാതി വേവ് ആവാനേ പാടുള്ളൂ. കൂടുതൽ നേരം വെച്ച് കുക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഇല്ലാണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പാതി വേവിൽ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ക്യാബേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം നമ്മളുടെ വീടുകളിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് ക്യാബേജ്. അതിലടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ സിയുമാണ്, നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ശുഭദിനം.